ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ചെറിയൊരു സംഭവം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാനൊരു ചോദ്യം ചോദിച്ചു നോക്കാൻ. 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ റെഡിയാണ്. ആ 21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസം നിങ്ങൾ ഗസ് ചെയ്യുന്ന ടൈം 100% കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഈ രണ്ട് എക്സസൈസ് 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്താൽ മതി. ബ്രെയിൻ വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ആസ് എ ബയോളജിക്കൽ ക്ലോക്ക്. ഭൂമി സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാൻ എത്ര സമയം എടുക്കുന്നത്? ഏകദേശം 365 ദിവസം. ഏകദേശം നോക്കി നിങ്ങൾ. ഭൂമി സൂര്യന് ചുറ്റും മുഴുവൻ കറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 365 ദിവസം എടുക്കുന്നുണ്ട്. ഇതോടൊപ്പം സ്വന്തം അച്ചുതണ്ടിന്മേൽ കറങ്ങി ദിവസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസം ഏകദേശം 24 മണിക്കൂർ. ഇന്നലെ എത്ര മണിക്കൂർ കിട്ടി എന്നാലോചിച്ചു. 24 മണിക്കൂർ. മിനിയാന്നോ? 24 മണിക്കൂർ. ഇന്നോ? 24 മണിക്കൂർ. 24 മണിക്കൂർ നാളെയോ? തന്നെയല്ലേ? മറ്റന്നാളോ? 24 മണിക്കൂർ തന്നെ. ഇത് എത്ര ദിവസങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ ആയിട്ട് 24 മണിക്കൂർ ഉണ്ട്. എത്ര കഴിഞ്ഞാലും നമുക്കൊരു ദിവസം 24 മണിക്കൂർ ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ദിവസം നിങ്ങൾക്ക് പല ജോലികൾ വരുന്നുണ്ടാവും, പല കടമകളും വരും. ആസ് എ സ്റ്റുഡന്റ് നിലക്ക് പഠിക്കാന്, വീട്ടിലെ കാര്യങ്ങള്, ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്. ജോലിക്കാരാണെങ്കിൽ ഫാക്ടറിയിൽ പോകുന്നത്, ഓഫീസിലേക്ക് പോകുന്നത്. സെയിൽസ്മാൻ ആണെങ്കിൽ യാത്രകള്, ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിൽ. അപ്പൊ ഇങ്ങനെ പല ജോലികളും ഓരോ വ്യക്തികളുടെ സമയത്തോളം വരും, അവർക്കനുസരിച്ചാണ്. പക്ഷെ അതിന് എങ്ങനെയാണ് സമയം നമ്മൾ മാനേജ് ചെയ്യുക? ഇത് നമ്മൾ തീരുമാനിക്കണം. ദാറ്റ്സ് കോൾഡ് ടൈം മാനേജ്മെന്റ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ്. ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ നഷ്ടപ്പെട്ടാൽ അടുത്ത ദിവസം കുറച്ചുകൂടി കൂടുതലായിട്ട് ജോലി ചെയ്ത് അന്നത്തെ ശമ്പളത്തേക്കാൾ ഒരു പക്ഷേ 1000 രൂപ കൂടി കൂടുതൽ വാങ്ങിച്ച് ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ്മാൻ പരിശ്രമിക്കുന്നില്ലേ? നിങ്ങളെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടു, നിങ്ങൾ ഒബീസായി, അൺഹെൽത്തി സിറ്റുവേഷനിലേക്ക് വന്നു, ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വന്നു. എന്താ നിങ്ങൾ ചെയ്യുക? വിദഗ്ധനായ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെയോ ഡയറ്റീഷ്യനെയോ കൺസൾട്ട് ചെയ്ത് നല്ല മരുന്നുകളും മെച്ചപ്പെട്ട ഈറ്റിംഗ് ഹാബിറ്റുകളും ലൈഫ് സ്റ്റൈലും മാറ്റിയിട്ട് ആ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയില്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം എന്താ? കാര്യം എന്താ? സമയം. ആ സമയം നഷ്ടപ്പെട്ടാലോ? ഇറ്റ് ഈസ് ലോസ് ഫോർ എവർ. ടൈം ലോസ് ഫോർ എവർ. ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യം അത് ടൈം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് നമുക്ക് കിട്ടുന്ന സമയത്തെ ഓരോ സെക്കൻഡിനെയും യുക്തിസഹമായിട്ട് ഉപയോഗപ്പെടുത്താൻ, പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. സമയം നഷ്ടപ്പെടുത്താൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. കാരണം സമയം നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയില്ല. ഒരിക്കലും ഒരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. 50 നില കെട്ടിടത്തിന് മുകളിൽ ബിൽഗേറ്റ്സ് ഉണ്ടല്ലോ, എന്തിനോ ഒന്ന് കുനിഞ്ഞപ്പോ $1,00,000 പോക്കറ്റിൽ നിന്ന് താഴെ തറയിൽ ഗ്രൗണ്ടിൽ വീണത്. $1,00,000 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസിയിലേക്ക് നമ്മൾ മാറ്റുകയാണ് എങ്കിൽ 80 ലക്ഷം രൂപ വരും. അദ്ദേഹം അത് എടുക്കാതെ തന്റെ മുറിയിൽ പോവുകയാണ്. അപ്പൊ കൂടുതലുള്ള ആൾക്കാർ ചോദിച്ചു, $1,00,000 വീണ് പോയത്,
എടുക്കണ്ടേ? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അത് എടുക്കണമെങ്കിൽ 50 നില താഴോട്ട് ഇറങ്ങണം, തിരിച്ച് 50 നില മുകളിലേക്ക് കയറണം. ആ സമയം കൊണ്ട് ഞാൻ പോയിരുന്ന മറ്റൊരു ജോലി ഒന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേ സമയത്ത് ആ ജോലി ചെയ്യുന്ന അതേ സമയത്ത് താഴത്തേക്ക് ഇറങ്ങുന്ന അതേ ടൈമിൽ ഞാൻ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് $4 ലക്ഷം സമ്പാദിക്കാൻ കഴിയും. പക്ഷെ ഞാൻ താഴെ പോയാൽ $1 ലക്ഷം കിട്ടും. എനിക്ക് ഈ 4 നഷ്ടപ്പെടും. ആ 4 ലക്ഷം കിട്ടുന്നതിൽ ഒന്നിന് നഷ്ടം പോയാൽ 3 ലക്ഷം എനിക്ക് ലാഭമാണ്. ഇതാണ് ബിൽഗേറ്റ്സ് ചിന്തിച്ചത്. ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഡെയിലി ലൈഫും, നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും. നമ്മുടെ മുന്നിൽ ഓരോ പ്രവൃത്തികൾ വരുമ്പോൾ ഏത് പ്രവർത്തികൾക്കാണ് മുൻഗണന, പ്രയോറിറ്റൈസ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എഴുതി വെക്കേണ്ടതുണ്ട്. ഓർഡർ ഓഫ് പ്രയോറിറ്റി എന്ന് പറയും. അത് തീരുമാനിക്കണം. ആ ഓർഡറിൽ നമ്മൾ ജോലി ചെയ്യണം. എന്നിട്ട് അത് ഓരോന്ന് ടിക്ക് ചെയ്ത് പോകണം. ശേഷം എവിടെയാണ് കുറവ് വന്നത് അത് പിറ്റേ ദിവസം പിന്നെ അത് റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം. ഇതുപോലെ പല കാര്യങ്ങൾ നമുക്ക് ശീലമാക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം, രാവിലെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കും, അല്ലെങ്കിൽ തലേ ദിവസം ഒരുക്കി വെക്കും. പക്ഷേ കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് വേറെ ചിലപ്പോൾ കാണണമെന്നില്ല. ഞാൻ ചീർപ്പ്, ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ചീർപ്പായിരുന്നു. അപ്പം ഞാനിത് എന്ത് ചെയ്യും? മുടി ചീരാൻ വേണ്ടിയിട്ട് നോക്കണം, ഇങ്ങനെ ചീർപ്പ് നോക്കുന്ന സമയത്ത് അത് കാണില്ല. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? എൻ്റെ ടൈമിനെ വഴുകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അടുത്ത ദിവസം മുതൽ എന്ത് ചെയ്തു? എൻ്റെ ഞാൻ എവിടെയാണോ ചീർപ്പ് ചീകാൻ വേണ്ടിയിട്ട്, കണ്ണാടിൻ്റെ മുന്നിലാണല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചീർപ്പ് വെക്കാൻ തുടങ്ങി. അത് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ എനിക്ക് മുന്നേ നഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഈ ടൈമിനെ എനിക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് സുഖകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചീർപ്പ് കണ്ടെത്താനും ചീകിയിട്ട് പോകാനും കഴിയും. ഇതുകൊണ്ട് എനിക്ക് എന്താണ് കിട്ടിയത്? എൻ്റെ 5 മിനിറ്റ് ലാഭിച്ചു. ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത്, ഞാൻ ഒരു വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും 5 മിനിറ്റ് അല്ലേ, എന്താണ് മെച്ചപ്പെടാൻ ഉള്ളത്? ഒരു ദിവസം ഞാൻ 5 മിനിറ്റ് ലാഭിച്ചപ്പോൾ ഒരു വർഷം എനിക്ക് 365 ദിവസം കിട്ടി. അപ്പോൾ 365 ഇൻറ്റു 5 1825 മിനിറ്റ് ആണോ അല്ലേ? ഇത് പറയുമ്പോൾ 30-ലേറെ മണിക്കൂർ ഞാൻ ലാഭിച്ചു. ഒരു വർഷം കൊണ്ട് 30 മണിക്കൂർ, അതായത് ഒരു ദിവസത്തിൻ്റെക്കാൾ കൂടുതൽ. അതേപോലെ തന്നെ എൻ്റെ വർക്ക് കാര്യങ്ങൾ, ഫീൽഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബിസിനസ്സിലേക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ ഭക്ഷണത്തിൻ്റെ കിറ്റ് ഉണ്ടാവും, അത് മറക്കുക. ലാസ്റ്റ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ തിരഞ്ഞു നിൽക്കും. വണ്ടിൻ്റെ കീ, വെള്ളത്തിൻ്റെ കുപ്പി, ഇതൊക്കെ എനിക്ക് സമയം നഷ്ടപ്പെടുത്തിയിരുന്ന കാര്യമാണ്. ചുരുങ്ങിയത് 5-10 മിനിറ്റ് അതിൽ നഷ്ടപ്പെടും. ഞാൻ എന്ത് ചെയ്തറിയോ? സ്ഥിരമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു തൊട്ടടുത്ത് തന്നെ, എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കബോർഡ് ഉണ്ടാക്കി. ഈ കബോർഡിൽ ഇതുപോലെ ഈ സാധനങ്ങളൊക്കെ വെച്ചു. ആ സമയത്തിന് സമയം നേരം എടുത്താൽ മതിയല്ലോ. ഇതൊരു വർഷം എനിക്ക് 5 മിനിറ്റ് ലാഭിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കി, നേരത്തെ പറഞ്ഞതുപോലെ 365 ഇൻറ്റു 5 1825 മിനിറ്റ് കിട്ടി. 30-ലധികം മണിക്കൂറുകൾ. അവിടെയും സേവ് ചെയ്തപ്പോൾ എനിക്കെന്ത് കിട്ടി? ചീർപ്പിന്റെ കാര്യത്തിൽ എനിക്ക് 30 മണിക്കൂർ ലഭിച്ച പോലെ ഇവിടെയും 30 മണിക്കൂർ, ടോട്ടൽ 60 മണിക്കൂർ, 2.5 ദിവസം കൂടുതൽ എനിക്ക് ലാഭിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, എൻ്റെ ഒരു വലിപ്പത്തരോ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസോ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നതല്ല, മറിച്ച് നിങ്ങൾക്കും ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സമയം നമ്മൾ ലാഭിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ലാഭമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. 1% ചേഞ്ച് അറ്റ് എ ടൈം. ബ്രെയിൻസ്ഫോർഡിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് സൈക്ലിങ്ങിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെർഫോമൻസ് മാനേജറാണ് ബ്രെയിൽസ്ഫോർഡ്. അത്രയും കാലം വരെ വേൾഡ് കപ്പ് സൈക്ലിങ്ങിൽ നേടിയിരുന്നത് ബ്രിട്ടീഷാണ്, ബ്രിട്ടനാണ്. എന്നാൽ കുറച്ച് കാലങ്ങളായിട്ട് അവർക്ക് നേടാൻ കഴിയുന്നില്ല. അപ്പൊ എന്താണെന്ന് ഇവർ കൂടിയാലോചിച്ച സമയത്ത് നമുക്ക് മൊത്തം മാനേജ്മെന്റ് ഒക്കെ ഒന്ന് മാറ്റണം. ടീമിനെ മാറ്റണ്ട, നമുക്ക് ടീമിലെ നയിക്കുന്ന കോച്ചുമാരെ മാറ്റണം. അങ്ങനെ മാറ്റി അവർക്കിടയിൽ പെർഫോമൻസ് മാനേജറായിട്ട് ഒരാളെ തെരഞ്ഞെടുത്തു. അതാണ് ബ്രെയിൽസ്ഫോർഡ്. ബ്രെയിൽസ്ഫോർഡ് വരുന്ന അറിഞ്ഞിട്ട് കളിക്കുന്ന കളിക്കാരൊക്കെ ആകെ പേടിച്ചു. കുറച്ച് കർശനാവും, ഇനി മുന്നത്തെ പോലെ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര ടൈറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ബ്രെയിൽസ്ഫോർഡ് വന്ന സമയത്ത് ഒരു നിലക്കൊരു ടൈറ്റ് ഉണ്ടായില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർ പോലും അറിയാതെ, സാധാരണഗതിയിൽ പഴത്തിന് സൂചി കുത്താന്നറിയില്ല, അവർ പോലും അറിയാതെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത്. അറ്റോമിക് ഹാബിറ്റ് എന്നുള്ള പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് ഇത് പറയുന്നുണ്ട്. എന്താ അദ്ദേഹം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ആക്ടിവിറ്റീസ്. ഒന്ന്, അവരെ സൈക്ലിങ്ങിന്റെ സീറ്റിംഗ് ഒന്ന് മാറ്റി. രണ്ടാമത്തത്, അവർ വർക്കൗട്ടും പ്രാക്ടീസും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ മസിലുകളൊക്കെ ലൂസാവും. ആ ലീൻ മസിലുകളെ റിക്കവറിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മസാജിങ് സെന്റേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്തു. മൂന്നാമത്തത്, അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കൈ കഴുകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ഡോക്ടർ നിശ്ചയിച്ചു. നാലാമത്തത്, അവർ ഉറങ്ങുന്ന സമയത്ത് നല്ല അടിപൊളി നല്ല സോഫ്റ്റ്നെസ് ഉള്ള പില്ലോകൾ പ്രൊവൈഡ് ചെയ്തു. അഞ്ചാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ ട്രക്കിൽ നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, നേരെ വൈറ്റ് പെയിന്റ് അടിച്ചു. എല്ലാം ക്ഷമിച്ചു പ്ലേയേഴ്സ് ഈ ഒരു കാര്യം ചോദിച്ചു. ഞങ്ങളെല്ലാം കണ്ടു, ഇതെന്തിനാ ചെയ്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്കിൽ തന്നെ നിങ്ങളുടെ ഹെൽത്ത് വളരെ പ്രധാനമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നാട്ടിലുള്ള പൊടിപടലങ്ങളും അതേപോലെ കച്ചറകളൊക്കെ നിങ്ങളുടെ മേത്തേക്ക് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവാനും എയർ പൊല്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, വൈറ്റ് വാഷ് വണ്ടിക്ക് അടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെർഫോമൻസ് ഇവരുടെ ജീവിത ലൈഫിൽ ഈ പ്ലേയേഴ്സ് കൊണ്ടുവന്ന് 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, മൂന്നാമത്തെ വർഷം മുതൽ അത്രയും കാലം പിന്നോട്ടടിച്ചിരുന്ന ബ്രിട്ടൻ സൈക്ലിംഗ് 4-ാമത്തെ വർഷം മുതൽ ലോക റെക്കോർഡിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. 100 വർഷത്തോളം പാരമ്പര്യം കാത്തു സൂക്ഷിച്ച ബ്രിട്ടൻ ആ ഗ്യാപ്പ് കഴിഞ്ഞ് തിരിച്ചു പിടിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ ഉച്ചിയിലെത്താനും ഇത് കാരണമായി. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന വെച്ചാൽ, ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോ നമുക്ക് ഇതിലൂടെ തന്നെ വളരെ വലിയ സമയം ലാഭിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമയത്തെ എങ്ങനെ ലാഭിക്കാം എന്ന വിഷയത്തെ കുറിച്ചാണ്. അത് നമ്മൾ ചെയ്യേണ്ട വർക്കുകൾ നമ്മളെല്ലാം ആവർത്തിച്ച് ചെയ്ത് നമ്മളെ സ്കില്ലുകളെ നേടിയെടുക്കാൻ പറ്റണം. വീണ്ടും 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 ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി ചെയ്തോ, എത്ര സ്കോർ ചെയ്യാൻ പറ്റിയ റിവ്യൂ ചെയ്ത് റിയാക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ പെർഫോമൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്കൊക്കെ ഓർമ്മ വരുന്നൊരു കാര്യമാണ്, ഇപ്പൊ ഞാൻ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഒരു സയന്റിസ്റ്റ് ഒരു വിശക്കുന്ന പൂച്ചയെ കൂട്ടിനകത്ത് അടച്ചു. ആ കൂട്ടിനകത്ത് എവിടെയോ ഒരു ലിവർ ഉണ്ടായിരുന്നു. അത് തൊട്ടാൽ ആ കൂട് തുറന്നു വരും. പൂച്ചക്ക് ആ ലിവറിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോ പുറത്ത് പടച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീനിനെ കെട്ടിത്തൂക്കിയിട്ടുമുണ്ട്. വിശക്കുന്ന പൂച്ചയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി 10 മിനിറ്റ് ആയപ്പോൾ എങ്ങനെയോ ലിവർ തട്ടി തുറന്നു വന്നു.
പൂച്ച മീനിനെ കഴിച്ചു. ഇത് 2-ാം ദിവസം ആവർത്തിച്ചു. അങ്ങനെ പല ദിവസം ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം പൂച്ചയെ കൊണ്ട് കൂട്ടിനകത്ത് അടച്ചിട്ടു. വെളിയിൽ മീനിനെ കൊണ്ട് കെട്ടിത്തൂക്കിയതും പൂച്ച ലിവറിൽ തൊട്ട് കൂട് തുറന്ന് വെളിയിൽ വന്ന് 1-2 സെക്കൻഡ് എടുത്തു. ആദ്യ ദിവസം പൂച്ച എടുത്തത് 10 മിനിറ്റ്, ഇന്നെടുത്തത് 2 സെക്കൻഡ്. എന്ത് കാര്യവും നമ്മളിങ്ങനെ ആവർത്തിച്ച് 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 ശീലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വേഗം വളരെയധികം കൂടും, നമ്മൾ പോലും അറിയാതെ. ആദ്യത്തെ ദിവസം 10 കാര്യങ്ങൾ 10 കാര്യം ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ 10 കാര്യവും മുഴുവനായിട്ട് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് കുറേ സമയം ലാഭിക്കും. അങ്ങനെ നമ്മുടെ ടൈമിനെ കൃത്യമായി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വ്യക്തമായ ഒരു ടൈം ടേബിൾ വേണം. സ്കൂളിൽ നമ്മൾ ടൈം ടേബിൾ കീപ്പ് ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ടൈം ടേബിൾ വേണം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയോ? ഇത് നമ്മുടെ ലൈഫിൽ പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പാലിക്കണമെന്നാണ് വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. തടസ്സങ്ങൾ പലതും വരും. ആ തടസ്സങ്ങൾക്ക് ഒരിക്കലും കീഴടങ്ങരുത്. ആ തടസ്സത്തെ അതിജീവിച്ച് നമ്മുടെ ടൈം ടേബിൾ നമുക്ക് പാലിക്കാൻ പറ്റണം. ഉദാഹരണത്തിന്, തിങ്കളാഴ്ച ദിവസം ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഇനി എന്ത് പഠിക്കാൻ പോകുന്നു എന്ന് ഊഹിച്ച് ആ പാഠഭാഗം ഒരു 3 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് നിങ്ങൾ പോയി നോക്കി. അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അധ്യാപകനാണെങ്കിലോ, ഏത് ക്ലാസ് എടുക്കുന്നത് അത് കൃത്യമായിട്ട് തലേന്ന് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോവുക. അപ്പോൾ എളുപ്പമാവും. എത്ര അറിയെങ്കിലും എത്ര അറിയില്ലെങ്കിലും നമ്മളൊന്ന് മുന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് നല്ല ഉത്തരവായിട്ട് മാറാൻ പറ്റും. ഇഷ്ടമുണ്ട? അവ ഇന്ന കാര്യം പഠിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ഊഹിച്ച് ആ പാഠഭാഗം 3 പ്രാവശ്യമെങ്കിലും വായിച്ചു പോകണം. പഠിപ്പിച്ചതിന് ശേഷം അന്ന് വന്നിട്ട് വൈകുന്നേരം നമ്മൾ വന്നിട്ട് ഒരു 8 പ്രാവശ്യം അതിങ്ങനെ വായിക്കുക. അന്ന് എന്തൊക്കെയാണോ പഠിപ്പിച്ചത് അന്ന് പഠിച്ചാൽ പിന്നെ വേഗം നമ്മൾ ഒരിക്കലും മറക്കൂല, വേഗം പഠിക്കും. അങ്ങനെ 5 ദിവസം അത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശനിയാഴ്ച ഒരു ദിവസം വരുമ്പോൾ ആ 5 ദിവസം പഠിച്ച പാഠഭാഗങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പിന്നെ മറക്കൂല. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മുൻ ആഴ്ചകളിൽ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു നോക്കുക. ഇത്തരം ഓരോ വർക്കിനും നിങ്ങളുടെ സമയം കണ്ടെത്തി നീക്കി വെക്കണം. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന വിലപ്പെട്ട സമയം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ, പലപ്പോഴും നമ്മളെ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് ഉത്തരം എല്ലാം അറിയായിരുന്നു, സമയം തികയുന്നില്ല എന്ന് പലരും പറയാറ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പറയുന്നത്? പല കുട്ടികളും പറയുന്ന ഒരു കാരണമാണ്, എനിക്ക് പരീക്ഷ എഴുതാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് കുറച്ച് നല്ല രീതിയിൽ അറിയായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല എന്നുള്ളത്. എന്ത് സുഹൃത്തെ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? നമ്മൾ 2 മണിക്കൂറുള്ള പരീക്ഷനല്ലേ 50 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്കും കിട്ടുന്നത്? ആണോ അല്ലേ? എന്നാൽ 30 മാർക്ക് കിട്ടിയ കുട്ടിക്കും എത്ര കിട്ടുന്നത്? ഒന്നാലോചിച്ച് നോക്കി. കിട്ടുന്നത് എത്ര? 2 മണിക്കൂർ തന്നെയാണ്. അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അത് ഉപയോഗിക്കാതെ നമ്മൾ പറയാണ് എനിക്ക് പഠിക്കാൻ പറ്റണില്ല, ഫുള്ള് ടഫായിരുന്നു എന്ന് പറഞ്ഞാൽ ടഫായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ടഫായിരുന്നോ? ടഫല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടഫ് അല്ലെങ്കിൽ ഈസി എന്ന് പറയുന്ന സംഗതി ഒന്നുമില്ല, അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആണോ അല്ലേ? സമയം തികയുന്നില്ല എന്ന കുട്ടി ചിന്തിക്കേണ്ടത് എൻ്റെ സ്പീഡ് പോരാ എന്നാണ്. ഞാൻ ആ സമയത്ത് ഉത്തരം എഴുതി ആ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഉത്തരം എഴുതുന്ന രീതിയിൽ ആ ടൈം എനിക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെ ടൈം മാനേജ്മെന്റ് ആണ് തെറ്റിയത്. അല്ലാതെ ചോദ്യമിട്ട ആളുടെ ഒരു ചോദ്യം ടഫാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ടഫ് ഈസിയൊക്കെ നമ്മൾ ഉണ്ടാക്കണല്ലേ. പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും ഭയങ്കര ഈസി ആയിരുന്നു, പഠിച്ചു പോയില്ലെങ്കിൽ നമ്മൾ പറയും ഭയങ്കര ടഫായിരുന്നു.
നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഈസിയാന്ന് പറയും. പഠിച്ച് അത് പോകുന്ന സമയത്ത് നമ്മൾ പറയും ടഫാണ്. ആക്ച്വലി അങ്ങനെ ടഫ് ഈസി ഒന്നുമില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ പഠിക്കുന്നതിനനുസരിച്ചിരിക്കും, രീതിക്കനുസരിച്ചിരിക്കും ഈ ടഫും ഈസിയൊക്കെ നമ്മൾ ചിന്തയുണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല മക്കള്. അപ്പൊ പ്രാക്ടീസ് ചെയ്ത് പോവാം. അപ്പോ അപ്പൊ നമ്മുടെ പരീക്ഷാ വിഷയങ്ങൾ 1 മണിക്കൂറായിരിക്കാം, ചിലപ്പോൾ 2 മണിക്കൂറായിരിക്കാം, ചില വിഷയങ്ങൾ 1.5 മണിക്കൂറായിരിക്കാം. അപ്പോ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തിനകത്ത് എല്ലാ ഉത്തരങ്ങളും എഴുതുന്ന രീതിയിൽ നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മുടെ ടൈമിനെ മാനേജ് ചെയ്യാൻ ശീലം ഉണ്ടാക്കിയെടുക്കൽ അത്യാവശ്യമാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ കിടക്കുന്നത് വരെയുള്ള സമയം ചിട്ടയായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ പ്രഭാത കർമ്മങ്ങളും നന്നായിട്ട് ചെയ്യണം. എഴുന്നേറ്റ ഉടനെ കുളിക്കുന്ന ശീലം ഉണ്ടാക്കണം. കുളിച്ചിട്ട് പഠിക്കും. സ്കൂളിലും ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് നമ്മൾ പോകണമെന്നാണ് വളരെ വിനീതമായിട്ട് പറയാറുള്ളത്. ഇപ്പൊ ഞാൻ ദിവസവും ആഹാരം കഴിക്കും. എന്തിനാ കഴിക്കണം? ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതുപോലെ കുളിച്ചിട്ട് പോകണം സ്കൂളിലൊക്കെ പോകാൻ. എന്താ കാര്യം? അടുത്തിരിക്കുന്ന ആൾക്കാർക്കും ജീവിക്കണം. അപ്പൊ അതിനൊക്കെ സമയം ചിലർ ഉണ്ടാക്കണം. ചില പറയും ഞാനിപ്പോ കുളിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ മുടി ഒന്നും ഉണങ്ങൂല, ഈ പ്രശ്നം സമയം കിട്ടണില്ല നല്ലപോലെ ഒന്ന് കുളിച്ച് പോവാൻ എന്നാണ് പലരും പറയുന്നത്. കുളിച്ചിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളും ഇല്ലേ? അവരെങ്ങനെയായിരിക്കും സമയം കണ്ടെത്തുണ്ടാവുക? അവർക്ക് 48 മണിക്കൂറാണ് ഉള്ളത്. കുളിക്കാത്ത കുട്ടിക്ക് 12 മണിക്കൂറോ? അല്ലല്ലോ, എല്ലാവർക്കും 24 മണിക്കൂറല്ലേ? അപ്പൊ കുളിച്ചിട്ട് പോയ കുട്ടി 24 മണിക്കൂറിനകത്ത് ഇതെല്ലാം ചെയ്യാൻ സമയം എങ്ങനെ കണ്ടെത്തി? 12 മണിക്കൂർ എന്നത് ഒരു കുട്ടി അല്ലെങ്കിൽ കുളിയൊക്കെ ചെയ്യാത്ത കുട്ടിക്ക് ആ സമയം നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് കാരണം. അതൊരു അതൊരു ശീലാക്കാൻ അത് ശ്രമിച്ചിട്ടില്ല. നമുക്കെല്ലാം ഒരു ദിവസം 24 മണിക്കൂർ തന്നെ ഉള്ളത്. എല്ലാവർക്കും 2 കൈയാണ് തന്നിട്ടുള്ളത്. ആ 2 കൈ കൊണ്ട് ജോലി ചെയ്ത് എങ്ങനെ നമ്മളെ അച്ചീവ്മെന്റുകളൊക്കെ നേടിയെടുക്കാം എന്നുള്ള കാര്യം നമ്മൾ ശീലിക്കൽ അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ സമയം നമുക്ക് കൂടുതൽ സമയം കൊണ്ട് മുന്നേ എന്താ ചെയ്തത്? കുറഞ്ഞ ജോലിയായിരുന്നു. അത് ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ വരണം. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരണമെന്നാണ് വളരെ വലുതായിട്ട് സ്നേഹത്തോടെ പറയാനുള്ളത്. അതിനുവേണ്ടി സമയം വിനിയോഗിക്കാനുള്ള ശീലം നമ്മൾ ഉണ്ടാക്കണം. സമയത്തെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായൊരു ബോധം വരണമെങ്കിൽ ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോണ ഈ 2 എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ സ്റ്റോപ്പ് വാച്ചിലോ അല്ലെങ്കിൽ വേറെ മൊബൈലിലോ നിങ്ങളൊരു എന്താ പറയുക 0 ആക്കി വെച്ചിട്ട് കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് ഓണാക്കുക. കണ്ണടച്ചിട്ട് ഒന്ന് ഓണാക്കുക. എത്ര സമയം നിങ്ങൾ പോകുന്നുണ്ട് എന്നൊന്ന് ആലോചിക്കുക. 1 മിനിറ്റ് ആയി എന്ന് തോന്നുന്ന സമയത്ത് കണ്ണ് തുറന്നിട്ട് ആ സ്റ്റോപ്പ് വാച്ച് നോക്കുക. അത് കൃത്യം 1 മിനിറ്റ് തന്നെയാണോ കാണിച്ചത്? ഇതൊരു ദിവസം 8 പ്രാവശ്യം വെച്ച് ചെയ്യണം. 21ാമത്തെ ദിവസം നിങ്ങൾ കൃത്യമായിട്ട് 1 മിനിറ്റിലായിരിക്കും കണ്ണ് തുറക്കുന്നത്. ഒരു സംശയമില്ല. ചെയ്ത് നോക്കുന്ന ആക്ടിവിറ്റി നമ്പർ 1. 21ാമത്തെ ദിവസം നിങ്ങൾ കൃത്യമായിട്ട് 1 മിനിറ്റ് കണ്ണ് തുറക്കും. ഇതൊരു എക്സസൈസ് ആയിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുക. രണ്ടാമതായിട്ട് വെറുതെ ചുമ്മാ കണ്ണടച്ചിരുന്ന് സമയം എത്രയായി എന്നൊന്ന് ഗസ് ചെയ്യാം. എന്നിട്ട് വാച്ചിലോ ക്ലോക്കിലോ മൊബൈലിലോ ഒന്ന് നോക്കുക. സമയം ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണം. ഇതൊരു ദിവസം 8 പ്രാവശ്യം ചെയ്യണം. 21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസം നിങ്ങൾ ഗസ് ചെയ്യുന്ന സമയം 100% ശരിയാകും. ഈ 2 എക്സസൈസും നിങ്ങളെ 21 ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ടൈമിനെ കുറിച്ചൊരു ബോധം കിട്ടും. എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇതാണ് സത്യത്തിൽ ബയോളജിക്കൽ ക്ലോക്ക് ആയി മാറുന്നത്. അപ്പൊ നിങ്ങളുടെ ബ്രെയിന് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും എന്ന ഒരു പ്രക്രിയ ഉണ്ടാവണം. അതോടുകൂടി സമയത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ബോധം ഉണ്ടാവും, വ്യക്തത ഉണ്ടാവും. നിങ്ങൾ പഠിക്കുന്ന കുട്ടിയാവട്ടെ, ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാവട്ടെ, എന്തുമാട്ടെ, ഈ 2 എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തെ സമയത്തിന് കൃത്യമായി ബോധമുണ്ടാക്കാൻ സഹായിക്കും. അതോടുകൂടി ടൈം മാനേജ്മെന്റ് എന്നുള്ള നിങ്ങളുടെ ഈ വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ, അനായാസം തന്നെ നിങ്ങൾക്ക്
എല്ലാ കാര്യങ്ങളും ഉജ്ജ്വലമായിട്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ ലോകത്തെ കീഴടക്കുന്ന ഒരു വ്യക്തിയാവും. ഇപ്പൊ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വെളിച്ചമായിട്ട് മാറും. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. മനസ്സിലാവണ്ട? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തുല്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് നമ്മുടെ സമയമാണ്. ഇത് ഭൂമിയിൽ എല്ലാവർക്കും വിലപിടിപ്പുള്ള ഒന്ന് സമയം തന്നെയാണ്. ആണല്ലോ? എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് ഉള്ളത്. എന്നാൽ ഈ സമയം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ട പണം നമുക്ക് കഠിനാധ്വാനം ചെയ്ത് തിരിച്ചു പിടിക്കാം. ആരോഗ്യം നഷ്ടപ്പെട്ട നല്ല ചികിത്സയിലൂടെ വീണ്ടെടുക്കാം. എന്നാൽ നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരികെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സമയത്തിന്റെ സെക്കൻഡുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു ഇംപ്ലിമെന്റേഷൻ ചെയ്ത് ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള തിയറികളൊക്കെ, പ്രാക്ടിക്കൽ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്, അനീഷ് മുഹമ്മദ്.